മരിച്ച ബന്ദികളുടെ മൃതദേഹങ്ങൾ വിട്ടു നൽകുന്നതിൽ കാലതാമസം വരുത്തി ഹമാസ്. ഇതോടെ ഗാസയിലേക്കുള്ള സഹായ വിതരണം നിയന്ത്രിക്കുവാൻ തീരുമാനിച്ചു ഇസ്രായേൽ. അതേസമയം ഇസ്രായേൽ സൈന്യം ഭാഗികമായി പിൻവാങ്ങിയതോടെ ഗാസയിലെ തെരുവുകളുടെ നിയന്ത്രണം ഹമാസ് ഏറ്റെടുത്തു. ഇതോടെ ഗാസക്കാരുടെ ജീവിതം കൂടുതൽ ദുരിതപൂർണമായിരിക്കുകയാണ്. തകർന്നടിഞ്ഞ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് മൃതദേഹങ്ങൾ കണ്ടെത്തുക ബുദ്ധിമുട്ടാണെന്ന് ഹമാസ് പ്രതികരിച്ചു. 23 ബന്ദികൾ മരിച്ചതായാണ് കണക്കാക്കുന്നതെങ്കിലും 4 ബന്ദികളുടെ മൃതദേഹങ്ങൾ മാത്രമേ ഹമാസ് വിട്ടു നൽകിയിട്ടുള്ളൂ എന്നാണ് റിപ്പോർട്ടുകൾ. ഒരാളെ ഇപ്പോഴും കണ്ടെത്താനായിട്ടില്ല. അതിർത്തി തുറക്കുന്നതിനാൽ പരിക്കേറ്റ പാലസ്തീൻകാരെ ചികിത്സയ്ക്കായി ഈജിപ്തിലേക്ക് കൊണ്ടുപോകുവാനും സാധിക്കുന്നില്ല. ഇസ്രായേൽ സൈന്യം ഭാഗികമായി പിൻവാങ്ങിയതോടെ ഗാസയിലെ തെരുവുകളുടെ നിയന്ത്രണം ഹമാസ് ഏറ്റെടുത്തു. വിമതരെ തെരഞ്ഞുവിളിച്ച് ഹമാസ് കൊലപ്പെടുത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. പിന്നിൽ കൈകൾ കെട്ടിയ നിലയിൽ 7 പേരെ ഒരു സംഘം ഗാസ നഗരത്തിലെ ചതുരത്തിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുപോയി. നിരവധി ആളുകൾ നോക്കി നിൽക്കെ വെടിയുതിർക്കുന്ന വീഡിയോ പ്രചരിക്കുന്നുണ്ട്. വീഡിയോ സ്ഥിരീകരിച്ച ഹമാസ് തിങ്കളാഴ്ചയാണ് അത് ചിത്രീകരിച്ചതെന്നും പ്രതികരിച്ചു. ജെറുസലേം, ജനീവ, ഗാസയുടെ പുനർനിർമ്മാണത്തിന് $7,000 കോടി വേണ്ടിവരുമെന്ന് UN ഡെവലപ്മെന്റ് പ്രോഗ്രാം അറിയിച്ചു. യൂറോപ്യൻ യൂണിയനും ലോകബാങ്കും നൽകിയ റിപ്പോർട്ട് പ്രകാരമാണിത്. ഇതിൽ ആദ്യം 3 വർഷത്തേക്ക് വേണ്ടത് $2,000 കോടി ആണ്. ബാക്കി തുക ദീർഘകാലാടിസ്ഥാനത്തിൽ വേണ്ടിവരുന്ന ചെലവാണ്. അറബ്, യൂറോപ്യൻ രാജ്യങ്ങളും US-ഉം പുനർനിർമ്മാണത്തിന് പണം നൽകാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. വെടിനിർത്തൽ ലംഘിച്ച് ഗാസ സിറ്റിയിലെ ഷുജിയ മേഖലയിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ വെടിവെപ്പിൽ 5 പാലസ്തീൻകാർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട്. ഗാസയിൽ യെല്ലോ ലൈൻ എന്നറിയപ്പെടുന്ന മേഖലയിലേക്കാണ് സൈന്യം പിൻവാങ്ങിയിട്ടുള്ളത്. യുദ്ധകാലത്ത് കൊല്ലപ്പെട്ട ഏതാനും പാലസ്തീൻകാരുടെ മൃതദേഹങ്ങൾ റെഡ് ക്രോസ് മുഖാന്തരം ഇസ്രായേൽ ഇന്നലെ കൈമാറി. ഇനിയും 100 കണക്കിന് പാലസ്തീൻകാരുടെ മൃതദേഹങ്ങൾ ഇസ്രായേലിന്റെ കസ്റ്റഡിയിലുണ്ട്. അതേസമയം ഗാസയിൽ മരിച്ച ബന്ദികളിൽ 20 പേരുടെ മൃതദേഹങ്ങൾ തകർന്നടിഞ്ഞ കെട്ടിടങ്ങൾക്കിടയിൽ നിന്ന് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. 4 പെട്ടികളിലാക്കിയ ശരീരഭാഗങ്ങളാണ് തിങ്കളാഴ്ച ഹമാസ് കൈമാറിയത്. ശേഷിക്കുന്ന മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്താൻ എളുപ്പമല്ലെന്നും ഇതിന് ദിവസങ്ങളോ ആഴ്ചകളോ എടുത്തേക്കുമെന്നും റെഡ് ക്രോസ് വക്താവ് പറഞ്ഞു. 23 ജീവനക്കാരെ കൂടി നിയോഗിച്ചിട്ടുണ്ട്. യുദ്ധം ആരംഭിച്ചതിന് ശേഷം 172 ബന്ദികളെയും 3472 പാലസ്തീൻകാരെയും റെഡ് ക്രോസ് മുഖാന്തരമാണ് കൈമാറിയത്. ഇസ്രായേൽ സേന പിന്മാറ്റത്തോടെ ഗാസയിലെ സായുധ സംഘങ്ങളും ഹമാസും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ശക്തമായി. തെക്കൻ ഗാസയിലെ റഫ കേന്ദ്രീകരിച്ചുള്ള അബു ഷബാബ് സംഘം കഴിഞ്ഞ മാസങ്ങളിൽ വലിയ ശമ്പളം വാഗ്ദാനം ചെയ്ത് 400 യുവാക്കളെ റിക്രൂട്ട് ചെയ്തെന്നാണ് വിവരം. തിങ്കളാഴ്ച ഹമാസ് കൈമാറിയ ബന്ദികളുടെ മൃതശരീരങ്ങളിൽ നേപ്പാളിൽ നിന്നുള്ള വിദ്യാർത്ഥി വിപിൻ ജോഷിയും ഉൾപ്പെടുന്നു. തടവിലായ ആദ്യ മാസങ്ങളിൽ തന്നെ ജോഷി കൊല്ലപ്പെട്ടുവെന്നാണ് വിവരം. വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായാണ് ഇസ്രായേലിലെത്തിയത്. 2023 ഒക്ടോബറിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിനിടെ ഒപ്പമുണ്ടായ ഒട്ടേറെ പേരെ വിപിൻ രക്ഷപ്പെടുത്തിയിരുന്നതായി ഇസ്രായേൽ അറിയിച്ചു.